ഈ സമരം നടത്തുന്നത് KSUക്കാരും MSFകാരും AISFകാരും എല്ലാം ചേർന്നിട്ടാണെങ്കിലും മരത്തിൽ കയറിയത് ABVPക്കാരനാണ്. അത് ഉറപ്പാണ്, അതിലൊരു സംശയവുമില്ല. ഇത്തരത്തിൽ കേരളത്തിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ ക്രമസമാധാന നില ഒരു കാരണവശാലും ഇനി മുന്നോട്ടേക്ക് അത്തരത്തിൽ തുടരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ശാന്തിയും സമാധാനവും കേരളത്തിൽ കൈവരിക്കാൻ കഴിയണം. ഈ കാര്യത്തിൽ കേന്ദ്രത്തിന് പങ്കുണ്ട്. കേന്ദ്രം ആ ഒരു ദൗത്യവും ഉത്തരവാദിത്വവും നിർവഹിക്കാം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന ഉറപ്പ്. വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. ജനമാണ് ഞങ്ങളുടെ ശക്തി. ആ ജനത്തിന് വേണ്ടിയുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിൻ്റെതായ നടപടികളുമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കളങ്കപ്പെടുത്താൻ, അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നാൽ സ്വാഭാവികമായും ജനങ്ങൾ അതെല്ലാം മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ. അത് ശരിയാണ്. ജനത്തിന് വേണ്ടി എടുക്കുന്ന നടപടികൾ ലക്ഷ്മി നായർക്ക് വേണ്ടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ഏതായാലും മുരളീധരൻ്റെ കാര്യം കഷ്ടമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായി. 4 ദിവസത്തെ പട്ടിണി കൊണ്ടല്ല കേട്ടോ, കുത്തേറ്റിട്ടാണ്. ആത്മാവ് കൊണ്ടുള്ള കുത്തേറ്റിട്ട്. കരുണാകരൻ കൊടുത്ത ഭൂമിക്കെതിരെ മകൻ അവിടെ ഗേറ്റിലിരുന്ന് സത്യാഗ്രഹം നടത്തുന്നത് ഔദ്യോഗികമാണോ എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം ആലോചിച്ചാൽ മതി. എന്നാലും അവരൊക്കെ ആത്മാവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ആത്മാവ് പേരേറ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടാവുമല്ലോ. ഈ മോൻ ഞാൻ ഇവിടെ എത്തിയിട്ടും വിടുന്നില്ലാലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ആത്മാവ്. പിന്നെ അച്ഛനെതിരെ പല ഘട്ടത്തിലും നീങ്ങിയത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് കണക്കൂട്ടാന്നാണ് തോന്നുന്നത്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പ്രിയങ്കരനായ ശ്രീ കരുണാകരനെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്തു പറ്റി മുഖ്യമന്ത്രിക്ക് എന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായി ഉയർന്നു വരിക. ലോ അക്കാദമിയിൽ മുരളീധരൻ സമരം നടത്താൻ പുറപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സർക്കാർ ആകെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അല്ല, ആണ്. മുരളീധരൻ, കണ്ണോത്ത് മുരളീധരൻ, കണ്ണോത്ത് കരുണാകരൻ മകൻ മുരളീധരൻ. മുരളീധരനാണല്ലോ തുടങ്ങുന്നത്. അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണല്ലോ. അതല്ല കോമ്രേഡ് CM, അങ്ങനെ കാണരുത്. അത്രയും വില കുറച്ച് കാണരുത്. ഈ മുരളീധരന് വേറൊരു ലക്ഷ്യമുണ്ട്, ഒരു രാഷ്ട്രീയ ലക്ഷ്യം. ഇപ്പം ഞങ്ങളൊക്കെ ഇതിലങ്ങനെ പരസ്യമായിട്ട് വരാതിരുന്നത് കുട്ടികളുടെ സമരമാണ്. കുട്ടികളുടെ പ്രയാസങ്ങൾ മാനേജ്മെൻറ്റോ ഗവൺമെൻറ്റോ പരിഹരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ ഈ സമരരംഗത്ത് പ്രത്യക്ഷമായിട്ട് വരാതിരുന്നത്. കാരണം കോളേജ് നല്ല രീതിയിൽ നടന്നു പോകണമല്ലോ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന കോളേജല്ലേ. ഞങ്ങൾ ആ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് നോക്കിയിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ നടക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും തമ്മിലുള്ള ഒരു വടംവലിയായിട്ട് ഇപ്പോൾ പ്രശ്നം മാറി. കുട്ടികളൊരു ഭാഗത്ത് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നിരാഹാരം കിടക്കുന്ന കുട്ടികളൊരു ഭാഗത്ത്, മറുഭാഗത്ത് മാനേജ്മെൻ്റിൻ്റെ ഭാഗത്ത് ഗവൺമെൻറ്
അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ BJP. സ്ഥല MLA എന്നുള്ള നിലയിലും അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ഇക്കാര്യത്തിൽ എനിക്ക് ചില ചുമതലകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് കെ മുരളീധരൻ ഉണ്ണാവൃതമിരിക്കുന്നത്. അതിലേക്ക് ആരെയും വലിച്ചു കൊണ്ടുവരരുത്, ആരെയും, കെ കരുണാകരനെ പോലും. കെ കരുണാകരൻ്റെ കാലത്ത് ലോ അക്കാദമിക്ക് ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ വ്യവസ്ഥകളോടുകൂടിയാണ്. ആ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അത് തിരിച്ചെടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ മുരളീധരൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ജനനേതാവ് എന്നുള്ള നിലയിൽ, ഈ നിയോജകമണ്ഡലത്തിലെ MLA എന്നുള്ള നിലയിൽ മുരളീധരന് അതിനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. കെ കരുണാകരൻ്റെ കാലത്ത് ആ ഭൂമി പതിച്ചു കൊടുത്തത് EMSൻ്റെ കാലത്ത് പാട്ടത്തിന് കൊടുത്തത് കൊണ്ടാണല്ലോ. അക്കാലത്തെ റവന്യൂ മന്ത്രി ആലപ്പുഴയിൽ തന്നെ ഉണ്ടല്ലോ. ആ അമ്മയോട് ചോദിച്ചു നോക്കാം. ഇപ്പം ഈ ലോ അക്കാദമിയിലെ പ്രശ്നം ഇപ്പം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുകയാണല്ലോ. അക്കാദമിയുടെ ഈ പാട്ടക്കരാറിന് പഴയ കാലത്ത് അമ്മയാണ് അതിനെ എതിർത്തത്. അല്ല, അന്ന് ഐ വാസ് റവന്യൂ മിനിസ്റ്റർ. റവന്യൂ മിനിസ്റ്റർ, ഇഫ് എനിബഡി വാണ്ട്സ് ടു ട്രാൻസ്ഫർ എനി ലാൻഡ് ടു അതർ പാർട്ടി, that is to be done by the revenue department. But it was done by M.N. Govindan Nair, who was in charge of local self-government. So I objected to transfer without consulting government or any party. അന്നത്തെ ആ ഒരു എതിർപ്പ് ശരിയായിരുന്നു എന്ന് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നുവല്ല. No, then there was discussion. The land was handed over because the government must have accepted the transfer. Otherwise it could not be done. ആ ഒരു എതിർപ്പും വന്ന് I could not remember all the things. ഇപ്പോൾ ഈ വാർത്തകൾ കാണുമ്പോൾ അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? ഈ കോളേജുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നു. ഈ സ്ഥലം അവർക്ക് നൽകിയതിനെ ചൊല്ലിയൊക്കെ വലിയ വിവാദങ്ങൾ വരുമ്പോൾ ഈ വാർത്തകൾ കാണുമ്പം ഇതിപ്പോൾ അവർക്ക് അന്ന് ആരും പറഞ്ഞില്ല, ജന്മം കൊടുക്കാൻ പറഞ്ഞില്ല. അന്ന് പറഞ്ഞിരുന്ന അവർക്ക് ജസ്റ്റ് ടു ട്രാൻസ്ഫർ ദർ വാസ് ബിൽഡിംഗ് ഓൾസോ ദാറ്റ്. ഇത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എന്തോ ആഫീസായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻ ദി പൊസഷൻ ഓഫ് M.N. Govindan Nair, who was local self-government minister. He has transferred. And then I objected because he has not consulted revenue department. Then I cannot remember what all things have happened then. ഇപ്പോൾ വീണ്ടും ആ കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അന്നത്തെ ഗൗരിയമ്മ എതിർത്തിരുന്നു. I am already years old. അതെ, ഇതെല്ലാം ആക്യൂട്ടായിട്ട് കാര്യങ്ങൾ പറയണം. I could not remember everything. M.N. ഗോവിന്ദൻ നായർ, അതായത് CPI നേതാവ്, അന്ന് റവന്യൂ വകുപ്പിനോടും റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയോടും, അതായത് CPM-നോടും ആലോചിക്കാതെ ഈ ഭൂമി കൊടുത്തപ്പോൾ താൻ എതിർത്തിരുന്നു എന്ന കാര്യം ഓർമ്മയുണ്ടെങ്കിലും ഇപ്പോഴത്തെ വസ്തുതകളിലേക്ക് കടന്നപ്പോഴാണ് തനിക്ക് പ്രായമായെന്നും എല്ലാം മറന്നുപോയെന്നും ഗൗരി അമ്മ ഓർത്തത്. ഇതിനാണ് രാഷ്ട്രീയ ഓർമ്മ എന്ന് പറയുന്നത്.